2014 മോഡൽ മാഗ്ന പ്ലസ് 2014 മോഡൽ മാഗ്ന പ്ലസ് 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. നല്ല വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടിയാണ്. ഒന്നുമില്ല, നല്ല 2014 മാഗ്ന പ്ലസ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 50,000 കിലോമീറ്റർ. നെറ്റ് പ്രൈസ് എത്രയാണ്? നമുക്ക് നെക്സ്റ്റ് വരുന്നത് മാരുതിന്റെ ബലെനോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതെ അതെ, നല്ല വണ്ടിയാണ്. ആകെ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ ഓടിച്ചിട്ട് 75,000. അതെ അതെ. അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ 2011 മോഡല് ഡീസൽ വണ്ടി 2.5 ലക്ഷം റുപ്യന്റെ താഴെ കൊടുക്കുക. VDI വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ VDI വണ്ടിയാണ്. നമുക്ക് ഓഫർ വെച്ചിട്ട് ഒരു 2.30 വണ്ടി കൊടുക്കാം. 2 രൂപ ലോണും കൊടുക്കാം. പിന്നെ അതേമാതിരി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്ത് തന്നെയാണ്. ഹുണ്ടായി, മഹീന്ദ്ര, അപ്പുറത്ത് KVR, മാരുതി, വോക്സ്വാഗൻ, ടൊയോട്ട ഒക്കെ ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിലാണ്. വണ്ടിന്റെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെ കിട്ടും. മുമ്പ് പറഞ്ഞതുമായി തന്നെ ഒരു വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല. നമ്പർ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. മുന്നേ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് 5 രൂപ 10 രൂപ ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ കാർ ഫോറിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ഓഫർ ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. 20,000, 30,000, 40,000 റുപ്യൻ്റെ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉള്ള അടിപൊളി കാറുകളുണ്ട്. ഏകദേശം 80ഓളം വണ്ടികളുണ്ട്. അപ്പം 1 ഇയർ വാറന്റി ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതും 2013 ശേഷമുള്ള അല്ലേ, 2013 ശേഷമുള്ള മിക്ക വണ്ടികൾക്കും 1 ഇയർ വാറന്റി ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറി ഓഫറാണ്. ഫ്രീ ഡെലിവറി അല്ലേ? ഓക്കെ. അപ്പം ഏകദേശം 2013 ശേഷമുള്ള വണ്ടികളാണ് മിക്കതും ഇവിടെ ഉള്ളത്. കുറഞ്ഞ വണ്ടി ഒരു 2-3 വണ്ടിയായിട്ടേ ഉള്ളൂ. ഓക്കെ. ഇയോണൊക്കെ 20,000 റുപ്യ ഉണ്ടെങ്കിൽ 30,000 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഇയോണുകളുണ്ട്. അതുപോലെ തന്നെ മാരുതിന്റെ വണ്ടികളുണ്ട്, ഹുണ്ടായിന്റെ വണ്ടികളുണ്ട്. അപ്പൊ എന്തായാലും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ പോയാലോ? സെക്കൻഡ് പാർട്ടാണ് വരുന്നത്. വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ഓഫർ നമുക്ക് കൊടുക്കാം. മാക്സിമം ഓഫർ കൊടുത്തിട്ട് തന്നെ വണ്ടി കൊടുക്കും. ഓക്കെ. മിക്ക വണ്ടികളും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട്, കാരണം ഏകദേശം 7-8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മള് കൂടെ ഉള്ളത്. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുള്ളൂ. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, എടുത്തൊക്കെ ഷോറൂമുകളുണ്ട്. ഈ കാർ ഫോറിന്റെ നേരെ ഓപ്പോസിറ്റ് ഹുണ്ടായിന്റെ ഷോറൂം ഉണ്ട്, വോൾസ്വാഗൻ. 100-200 ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ അല്ലേ? 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഷോറൂമുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മിക്ക വണ്ടികളിലും നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ഷോറൂമിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമ്പർ പ്ലേറ്റ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട. നമ്മൾ ലോങ് എന്ന് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ ഫുൾ വീഡിയോ വണ്ടിന്റെ അയച്ചു കൊടുക്കാം. ഫുള്ള് വീഡിയോ, ടയർ മുതൽ ഇന്റീരിയലും കാര്യങ്ങളും എഞ്ചിൻ റൂമും ബാക്ക് ഡിക്കി വരെ നമ്മൾ ഫുള്ള് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് കസ്റ്റമർക്ക് ഓക്കെ ആണെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ലോങ് ഇങ്ങോട്ട് വന്നാൽ. ഓക്കെ. പിന്നെ നമ്മൾ ഇതിന്ന് പ്രൈസ് പറയുന്നത് നെറ്റ് പ്രൈസ് ആണ്, ലാസ്റ്റ് പ്രൈസ് ആണ് പറയുന്നത്. അതിൽ നിന്ന് കുറയ്ക്കുന്നത് നിങ്ങളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മെയിനായിട്ട് സാധാരണക്കാരാണ്. അവരെ ഒരു ആഗ്രഹമാണ് ഒരു കാർ എടുക്കണം എന്നുള്ളത്. ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കൊടുക്കണ ഒരു ആഗ്രഹമുണ്ട്. കാരണം നമ്മളെ അടുത്തേക്ക് വരുന്ന കസ്റ്റമർ എങ്ങനെയും നമ്മൾ വണ്ടി ഇടിപ്പിക്കും, ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ ഇടിപ്പിക്കും. കാരണം നമ്മളത് പോകുമ്പോൾ ഒരു സങ്കടക്കാരം ആള് ഇറങ്ങി പോകുമ്പോഴേ അതിന് നമ്മൾ എങ്ങനെയും ഓഫർ കൊടുത്ത് നമ്മൾ ഇടിപ്പിക്കും. ഓക്കെ. ഞാൻ ഇത്രയൊക്കെ കാര്യം പറഞ്ഞത് തള്ളന്നല്ല കേട്ടോ, നോമ്പും പിടിച്ചിട്ടാണ് പറയുന്നത്. നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ്. രാവിലെ തന്നെയാണ് 8 മണിയായിട്ടുള്ളൂ. 8 മണിക്കുള്ള വെയിലാണ്. മൂപ്പരൊക്കെ വേർത്ത് ഒലിച്ചിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് നേരം ചിലപ്പോൾ ഞാൻ വർത്താൻ പറഞ്ഞല്ലേ, എന്റെ നോമ്പാണ്, ഫുൾ എനർജി അവിടെ തീർക്കുന്നില്ല. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പം കറക്റ്റ് ടൈമിൽ കറക്റ്റ് അപ്ഡേഷൻ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും ഫോളോ ബട്ടണും എനേബിൾ ചെയ്തിട്ട് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്രോ, നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. 19 ZXi ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ ഓടിക്കുന്നത് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടി. ഡോക്ടർ യൂസ് വണ്ടിയാണ്. ഡോക്ടർ യൂസ് ഒക്കെ ഒന്നും പ്രസക്തി ഇല്ല കേട്ടോ. എന്നാലും കറക്റ്റ് സർവീസ് ആക്കാരം എല്ലാ രീതിയിലും ഡോക്ടർമാർ വരെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് പ്രൈസ് നെറ്റാട്ടോ. നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് നല്ല ഓഫർ വേണം. പാർട്ട് 1 ആണ്, പാർട്ട് 2 ആണ് വരുന്നത്. നെറ്റ് പ്രൈസ് ലാസ്റ്റ്. അതുപോലെ തന്നെ ഇവിടെ എടുക്കുന്ന മിക്ക വണ്ടികൾക്കും 1 ഇയർ വാറന്റി വരുന്നുണ്ട്. ഓൾ കേരള ഡെലിവറി വരുന്നുണ്ട്. ഓക്കെ. 7 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് 9 ലക്ഷം രൂപ വില ഉണ്ട്. ഓക്കെ. 2019 ഓട്ടോമാറ്റിക് 1 ഇയർ വാറന്റി വരുന്ന വണ്ടി 7 ലക്ഷം രൂപ നെറ്റ് ആണ്. നെറ്റ് എത്ര ലോൺ വരും?
നമുക്കൊരു 6 ലക്ഷം കയറും. 1 ലക്ഷം രൂപ വണ്ടി അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2016 LDI ബ്രസ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാ. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 120. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങൾ ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് LDI ഓപ്ഷൻ അല്ലേ? LDI ഓപ്ഷൻ ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. ലോക്കാണല്ലോ അല്ലേ? പ്രശ്നമില്ല. ഇതൊന്ന് ഇന്ത്യയിലൊന്ന് കാണിച്ചു കൊടുക്കും. ഇന്ത്യയിലൊക്കെ നല്ല ഇന്ത്യയിലാണ്. ഇത് നമുക്ക് 6 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 6 ലക്ഷം രൂപ നെറ്റ് ആയിട്ട് കൊടുക്കാം. 5.5 രൂപ ലോണും കയറ്റി കൊടുക്കാം. 5 ലക്ഷം രൂപ 50,000 വണ്ടി നമുക്ക് വണ്ടി കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിച്ചത് പറഞ്ഞു? ഇത് 120. ഹിസ്റ്ററി കാര്യങ്ങളും മേജർ സർവീസ് ഒക്കെ ഡൺ ആണ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഏതാണ്? ഇത് 2017 ഓട്ടോമാറ്റിക് ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയറും കാര്യങ്ങളും സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്ത വണ്ടിയാ. ഓക്കെ. ചോദിക്കുന്ന നെറ്റ് പ്രൈസ് എത്രയാണ്? ചോദിക്കുന്ന നെറ്റ് പ്രൈസ് നമുക്കൊരു 460 കൊടുക്കാം. 460 നെറ്റ് കൊടുക്കാം. നെറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആലോചിച്ചത്. അതായത് നമ്മൾ ഏകദേശം അടുത്ത് വില പർച്ചേസിന് അടുത്തൊരു വില പറഞ്ഞ് വണ്ടി കൊടുക്കുക. കാരണം നമ്മളവിടെ മാക്സിമം നമ്മൾ വണ്ടി കൊടുക്കുക ചെയ്യാം. വല്ലാതെ ഒന്നും നമ്മൾ വലിയ റേറ്റ് ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കൂല. എത്ര ലോൺ കയറും? 4 രൂപ. 60,000 വണ്ടി ഓട്ടോമാറ്റിക് 1 ഇയർ വാറന്റി. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടൊയോട്ടന്റെ യാരിസ് ആണ്. അതെ. പെട്രോൾ എഞ്ചിൻ വരുന്ന 2021 മോഡൽ വണ്ടി. 2 വർഷം വാറന്റി ഉള്ള വണ്ടിയാണ്. 2 വർഷം കമ്പനി വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ 1 വർഷം നിങ്ങളെ വാറന്റി കൂടി ഉണ്ടാവോ? നമ്മളെ വാറന്റി കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കുഴപ്പമില്ല. അന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളൂ. 2 വർഷം കഴിഞ്ഞാൽ നമ്മളൊരു ചെക്കിങ് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം കൂടി വാറന്റി കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ ആകെ 20,000 ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. 2021 മോഡൽ. ഇന്ത്യയിലൊക്കെ നോക്കാൻ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. നല്ല വണ്ടിയാണ്. അതായത് സ്റ്റെപ്പിന് യൂസ് ചെയ്തിക്കണോ? സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. അതായത് ഈ വണ്ടി പുതിയത് ഇറങ്ങുമ്പോൾ 13 ലക്ഷത്തിന്റെ മേലുണ്ട്. നമുക്ക് ഈ വണ്ടി 9.5 ലക്ഷം രൂപ കൊടുക്കാം. 9.5 ലക്ഷം രൂപയ്ക്ക് 2021 മോഡൽ 20,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി ലോൺ കയറും. അതെ, നമുക്കൊരു ലോൺ ഒരു 9 രൂപ വരെ കൊടുക്കാം. ഒരു 50,000 ഉണ്ടെങ്കിൽ വണ്ടി പോലെ നടക്കാം. നല്ല അടിപൊളി വണ്ടി ആഴ്ച പോലെ നടക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? വോൾസ്വാഗന്റെ 2018 മോഡൽ ഹൈലൈൻ പ്ലസ് ഡീസൽ. ഹൈലൈൻ പ്ലസ് ആണ് വരുന്നത്. അതെ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ടയറൊക്കെ പുതിയതാണ്. നല്ല ക്വാളിറ്റി വണ്ടി. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലും കാര്യങ്ങളാണ് വരുന്നത്. പ്രൈസ് നമുക്ക് 8 രൂപ 8 ലക്ഷം രൂപ കൊടുക്കാം. ലാസ്റ്റ് കൊടുക്കാം. അതെ. എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 10 രൂപ കുറച്ച് 790 ഫൈനൽ ഓഫ് റോഡ് കൂടി കൊടുക്കാം. എത്ര ലോൺ കയറും? നമുക്കൊരു 6.5 രൂപ ലോൺ കയറും. 6 ലക്ഷം. അപ്പൊ 1,40,000 രൂപ ഡൗൺ പേയ്മെന്റ് കാണാം. പക്ഷെ എന്നാലും വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഇതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോൺ കിട്ടാനുള്ള ഒരു പ്രയാസമുണ്ട്. എന്നാലും ഈ വണ്ടി പുതിയത് അന്ന് ഇറങ്ങുമ്പോൾ 10.5 ലക്ഷം രൂപ വില ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒന്നും നോക്കാലോ, ഒരു ചെറിയൊരു കംപ്ലൈന്റ് പോലും ഇല്ല. നെക്സ്റ്റ് വരുന്നത് മാരുതിന്റെ ബലെനോ ഓട്ടോമാറ്റിക് എഞ്ചിൻ. അതെ. നല്ല വണ്ടിയാണ്. ആകെ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ ഓടിച്ചിട്ട് 75,000. അതെ. അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. അതെ. എത്ര ലോൺ കയറും? 6 രൂപ ലോൺ കൊടുക്കാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി 1 ഇയർ വാറന്റിയോട് കൂടി എന്തായാലും കൊടുക്കാൻ വേണ്ടി. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ടൊയോട്ടന്റെ ഇത് 2015 മോഡൽ VXT ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് കേരള രജിസ്ട്രേഷൻക്ക് ആയതാണ്. ഇത് MH രജിസ്ട്രേഷൻ ആണ്. അതെ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസൽ ആണ്. കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. നമുക്ക് ഇതൊരു 4.25 നമുക്ക് കൊടുക്കാം. 4.25. അതെ. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. ഇന്ത്യയിലൊക്കെ തെറ്റില്ലാതെ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതെ. അപ്പൊ ഏകദേശം 4.75 ലാസ്റ്റ് കൊടുക്കാം. എത്ര ലോൺ കയറും? നമുക്കൊരു 3.5 വരെ ലോൺ കൊടുക്കാം. 3.5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാം. ഓക്കെ. അപ്പൊ അതായത് ഒരു 1.25 ലക്ഷം രൂപ ആണോ അല്ലേ? 1.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എടുക്കാം. ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ നമുക്ക് ഇയോൺ ഏതാ വരുന്നത്? 2014 മോഡൽ മാഗ്ന പ്ലസ്. 2014 മോഡൽ മാഗ്ന പ്ലസ്. 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. നല്ല വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. ഒന്നുമില്ല. നല്ല 2014 മാഗ്ന പ്ലസ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 50,000 കിലോമീറ്റർ. നെറ്റ് പ്രൈസ് എത്രയാണ്? നമുക്കൊരു 2.25 കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 2.25 കൊടുക്കാം. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നെറ്റാണ്. പിന്നെ 2012 മോഡൽ മാഗ്ന പ്ലസ്. നീ വേമ്പാ
ഇവിടെ അടുത്ത വണ്ടി കാണിക്കാൻ തുടങ്ങി. 2012 മോഡൽ മാഗ്ന പ്ലസ് നമുക്ക് ഒരു 170 കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 2012 വണ്ടി ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറും കാര്യങ്ങളും നോക്കിക്കോളി, ഫുള്ളാണ്. വേറെ ഒന്നും പറയാല്ല. ഒരു 2 ലക്ഷത്തിന്റെ താഴെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കൊടുക്കാം. ലോൺ നമുക്ക് ഒരു 1.5 വരെ കൊടുക്കാം. 20,000 അതെ, വണ്ടി കൊടുക്കാം. ഒരു 3 വർഷം വരെ ലോണും കൊടുക്കാം. 3 വർഷം വരെ ലോണും കൊടുക്കാം. 1 ഇയർ വാറന്റിയും കൊടുക്കാം. ഓക്കെ. ഞാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? അങ്ങോട്ടല്ല, ഇനി അങ്ങോട്ടാ. ഇനി അങ്ങോട്ട് ഇതുണ്ടോ? ഇല്ല, ബുക്കിംഗ് ആക്കെ ബുക്കിംഗ് കഴിഞ്ഞു. ഞാൻ അതുപോലെ തന്നെ 2011 മോഡല് ഡീസൽ വണ്ടി 2.5 ലക്ഷം റുപ്യന്റെ താഴെ കൊടുക്കാം. വീഡിയോ വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ വീഡിയോ വണ്ടിയാണ്. നമുക്ക് ഓഫർ വെച്ചിട്ട് ഒരു 2.30 വണ്ടി കൊടുക്കാം. 2 രൂപ ലോണും കൊടുക്കാം. 2 രൂപ ലോണും കൊടുക്കാം. ഒരു 30,000 വണ്ടി ഇവിടെ നടക്കാം. വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ഇന്ത്യയിൽ വരുന്നുണ്ട്. നല്ല വണ്ടിയാണ്. വേറെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏതാ വരുന്നത്? 2016 മോഡൽ വണ്ടിയാ. 5 വർഷം ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് LDI ആണ് വണ്ടി. എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. നല്ല ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ചോദിക്കണേ നമ്മള് 4 രൂപ ചോദിക്കണത്. എന്തേലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 30,000 ഉണ്ടെങ്കിൽ വണ്ടി ബുക്കിംഗ് ആണല്ലേ? ഇത് അൾട്ടോ കേട്ടൻ 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന്റെ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. അത് സ്ക്രാച്ച് ആയിട്ട് റീപ്ലേസ് ചെയ്തതാണ്. കസ്റ്റമർ നമ്മളോട് പറയും ചെയ്തിരുന്നു. ഹിസ്റ്ററി ചെക്ക് ചെയ്താലും ചിലപ്പോൾ അറിയാൻ പറ്റും. ഇത് കിലോമീറ്റർ ആകെ 50,000 ഓടിയിട്ടുള്ളൂ. 1000 cc വരുന്ന വണ്ടിയാണ്. നമുക്ക് ഇത് 2.65 ലാസ്റ്റ് കൊടുക്കാം. 2.65 ലോൺ വരും. നമുക്കൊരു 2.25 വരെ ലോൺ കൊടുക്കാം. 2.25 വരെ ഏകദേശം ഒരു 30-40 രൂപയ്ക്കൊക്കെ ഏകദേശം എല്ലാ വണ്ടികളും ഇറക്കാം. നെക്സ്റ്റ് കാണിക്കാനുള്ളത് മോഡൽ സ്വിഫ്റ്റ് 40 VXI പെട്രോൾ എഞ്ചിനാണ്. 40,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്റീരിയലൊക്കെ നോക്കിക്കോളും. നല്ല അടിപൊളി ഇന്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് ഉള്ള വണ്ടിയാണ്. അതെ അതെ, എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഒരു 16 ശേഷമാണ് VXI എയർ ബാഗ് വരുന്നത്. എയർ ബാഗ് ABS കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഈ വണ്ടി 5,10,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 5-10 ലാസ്റ്റ് നെറ്റ് കൊടുക്കാം. ഇല്ല, 5.30 ചോദിക്കുന്ന വണ്ടിയാണ്. 5.10 ലാസ്റ്റ് നെറ്റ് കൊടുക്കാം. എത്ര ലോൺ വരും? 4.5 വരെ ലോൺ വരും. ഒരു 60,000 ഉണ്ടെങ്കിൽ വണ്ടി 1 ഇയർ വാറന്റി നമുക്ക് കൊടുക്കാം. 1 ഇയർ വാറന്റി ഉള്ള വണ്ടി നടക്കാം. ഞാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2019 LXI. 2019 LXI പറയുമ്പോൾ ബേസ് മോഡലാണ്. എന്നാലും നമ്മളിതില് ഇതൊക്കെ സ്റ്റീരിയോ കാര്യങ്ങളും സെൻട്രൽ ലോക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ആകെ 40,000 ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ. പെട്രോൾ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പവർ വിൻഡോ അടക്കം. അതെ, പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ. ഓക്കെ. നിങ്ങൾ ഏതാണോ കസ്റ്റമർ ഇതാണോ? കസ്റ്റമർ ഇതാണ്. എന്നാലും നമ്മള് എടുത്ത് കസ്റ്റമർ നമ്മളോട് പറയണ മാതിരി നമ്മള് ബാക്കിയുള്ളവരോട് പറയണം. ഓക്കെ. ഇതെങ്ങനെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? അതായത് ഈ വണ്ടി 5 ചോദിക്കുന്നത് നമുക്ക് 5.35 ലാസ്റ്റ് ഇറക്കി കൊടുക്കാം. 2019 മോഡല് 5.35 ലാസ്റ്റ് കൊടുക്കാം. എത്ര ലോൺ കയറും? ലോണ് നമുക്ക് 4.25 എന്തായാലും ചെയ്യാം. 50,000 മോഡൽ വണ്ടി നടക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ പറഞ്ഞാൽ ഏകദേശം 80ഓളം വണ്ടികളുണ്ട്. ഇനി ഒരുപാട് അപ്ഡേഷൻ വരാനുണ്ട്. കാരണം ഷോറൂം തുടങ്ങിയിട്ട് വെറും 20-25 ദിവസമായിട്ടുള്ളൂ. ആ ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം 10-60 വണ്ടി ബുക്കിംഗും ആയിട്ടുണ്ട്. അപ്പൊ ഇത് നോമ്പൊക്കെ പിടിച്ച് കളവറിയല്ലോ, സത്യം പറയാട്ടോ. അതെ, ബുക്കിംഗ് ഷീറ്റ് അടക്കം കാണിച്ചു തരും. പക്ഷെ എന്നാലും സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ ഇനി വരാണ്ട്. ഏകദേശം എടുത്തിട്ട വണ്ടികൾ ഒരു 10-30 വണ്ടികൾ നാളെ മറ്റന്നാളോ വരും. അതിന്റെ ഒരു അപ്പൊ ആ ഡീറ്റെയിൽസ് കൂടി കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം. വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല വണ്ടികൾ നിങ്ങൾ എടുക്കാം. ഒരുപാട് വണ്ടികൾ നമ്മൾ കാണിച്ച് നിങ്ങൾ ഏതോ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ ഒരുപാട് വണ്ടികൾ വരാനും ഉണ്ട്. ആ ലിസ്റ്റും ഇപ്പൊ സിജിംബ്രോന്റെ നമ്പർ കാര്യങ്ങൾ ഞാൻ അടിയിൽ കൊടുക്കാം. ഞങ്ങൾ അടിയിലത്തെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഏതോ വണ്ടി കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ അയച്ചു കൊടുക്കും. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കാം. ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മളെ പെരിന്തൽമണ്ണയില് തിരൂർക്കാട് ജംഗ്ഷൻ തന്നെ ഒരു വലിയൊരു ഷോറൂം കാണാൻ കാർ 4 എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വരുമ്പോൾ തന്നെ വമ്പ ഹൈലൈറ്റ് ആണ്. ഈ ഒരു വളവില് ഷോറൂം കാണുമ്പോൾ തന്നെ വമ്പൻ ലുക്കും കാര്യങ്ങളും. പിന്നെ അതേമാതിരി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്ത് തന്നെയാണ് ഹുണ്ടായി, മഹീന്ദ്ര, അപ്പുറത്ത് KVR, മാരുതി, വോക്സ് വാഗൻ, ടൊയോട്ട ഒക്കെ ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിലാണ്. വണ്ടിന്റെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെ കിട്ടും. മുമ്പ് പറഞ്ഞതുമായി തന്നെ ഒരു വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല.
പക്ക നമ്പർ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. മുന്നേ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ വിളിച്ചോളി. ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് 5 രൂപ 10 രൂപ ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് നിങ്ങൾ ആരും ഇതാകണ്ട. 1 year വാറന്റി കൊടുക്കുന്നുണ്ട്, ഓൾ കേരള ഡെലിവറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണത്താലും ടെൻഷൻ അടിക്കണ്ട. അപ്പൊ എന്തായാലും നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോളി. ഒരുപാട് നേരം സംസാരിക്കാൻ നിൽക്കുന്നില്ല, നോമ്പൊക്കെയല്ലേ, നല്ല വെയിലുമാണ്. അപ്പൊ എന്തായാലും തൽക്കാലം സിജിം ബ്രോ ഓക്കെ. ഉഷാറാക്കാം.